ദേ നമ്മുടെ പൊന്നൂസിനെയും മോണ്ടനെയും വിളിക്കാൻ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പം സമയം 2 മണി ആയിട്ടുണ്ട്. ലഞ്ച് കഴിച്ച ഉടനെ അത്ത വിളിക്കാൻ വരുമെന്നാണ് പറഞ്ഞത്. ലഞ്ച് ടൈം 12:30-ക്കാണ്. അണ്ണൻ വരാൻ താമസിച്ചു, പിന്നെ ജോലി അങ്ങനെ ഇങ്ങനെയൊക്കെ സമയം പോയി. അപ്പോൾ ദേ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും നല്ല മഴയായിരുന്നു കേട്ടോ. ആകാശം ഇപ്പോഴും ഇരുണ്ട് മൂടി കിടക്കുകയാണ്. ഇന്നൊരു തുള്ളി വെയിൽവെട്ടം വന്നിട്ടില്ല. അണ്ണനാണെങ്കിൽ ഉണ്ടല്ലോ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഇല്ല, അത് കഴിഞ്ഞ ആഴ്ചയാന്ന് പറഞ്ഞത്. അണ്ണ ഇങ്ങനെ ചുമ്മാ ഒരു സജഷൻ പറഞ്ഞു, നമുക്കിങ്ങനെ എന്നും നമ്മൾ വീട്ടിലല്ലേ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വട്ടവും നമ്മൾ ലുലുമാളിൽ പോയി നോമ്പ് തുറന്നായിരുന്നു. അപ്പോൾ അണ്ണ ഇങ്ങനെ പറഞ്ഞു പോവാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അണ്ണൻ തന്നെ അങ്ങ് പറയുമോ, വേണ്ട, പുതിയ വീട്ടിൽ ജോലിക്കാരുണ്ട്, നമുക്ക് ഇപ്പോഴേ പോകേണ്ടത്. ഈ അണ്ണന് ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറയത്തില്ല, ഇവരെ കേക്ക് പറയും, എന്നിട്ട് ഇവരെ ഇളക്കും, എന്നിട്ട് പോകാൻ പറ്റത്തില്ലെന്നും പറയുകയും ചെയ്യും. അപ്പോൾ 3-4 ദിവസമായിട്ട് പൊന്നൂസ് ഇങ്ങനെ ആണെന്ന് പറയും, അത്ത അണ്ണ ഇളക്കിയില്ലോ പറഞ്ഞ്, അത്ത നമുക്ക് പോവാം. അങ്ങനെ ഓരോ ദിവസവും മാറ്റി മാറ്റി വെച്ച് ഇന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പൊന്നൂനെ മോണ്ടനെ അതാണ് നമ്മൾ നേരത്തെ വിളിച്ചുകൊണ്ട് വന്നത്. കാരണം വെച്ചാൽ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്തണം. അതുമല്ല ഹൈപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ മേടിച്ച് ബില്ലടിച്ച് കിട്ടാൻ. ഇതെന്തോ മുടി 3 നീളമുള്ള മുടി നമ്മുടെ വായില്. അപ്പൊ പൊന്നൂസിന്റെ ഫ്രണ്ടിന് ഭയങ്കര സങ്കടം പൊന്നു വരുന്നതല്ലയോ, ഉമ്മ ഒക്കെ കൊടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാ വന്നേ. രണ്ടുപേരും ഫാത്തിമയും പ്രകൃതിയും. അതിന്റെ വിഷമമായിരിക്കും അവർക്ക്. അതുമല്ല നാളെ ഇനി വരത്തില്ലേ, നാളെ ഇനിയും പഠിത്തം ഇല്ലയോ. അയ്യോ, ഇതിനൊക്കെയാണോ വിഷമിക്കുന്ന സങ്കടം. അവള് പറഞ്ഞ് ഞാൻ അവളുടെ അടുത്ത് ലുലുമാളിൽ പോണെന്ന് പറഞ്ഞു, എന്നെ ഇന്ന് വൈകുന്നേരം വിളിക്കാൻ വരുമെന്ന് പറഞ്ഞേ. അപ്പം ഞാൻ അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്ത് അവളുടെ അടുത്ത് പറഞ്ഞ്, എടി എന്നെ എന്തോ വിളിക്കാൻ വരാത്തേന്ന്. എന്നിട്ട് ഞാൻ ഇപ്പൊ താഴോട്ട് ഇറങ്ങി വരാൻ നേരത്ത് അവള് പറയുവാ, എടി നിന്നെ വിളിക്കാൻ വരാത്ത സന്തോഷത്തിലായിരുന്നു ഞാൻ ഇരിക്കുന്നത്, ഇപ്പൊ നീ പോയപ്പോ എനിക്ക് സങ്കടം വന്നു. പ്രകൃതി എന്തായാലും കൊള്ളാം. നാളത്തേക്ക് അവര് കാത്തിരിക്കുന്നു ഈ വീഡിയോയുടെ, എന്നിട്ട് അവര് കാണുമെന്ന്. അപ്പൊ ഇത് ഇവരെ ഒന്ന് ഫണ്ടൂറയിൽ കളിപ്പിക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും, കാർഡ് എടുക്കാൻ മറക്കരുത്, അത് കാറിലുണ്ട്. പിന്നെ അതുമല്ല നമുക്ക് നാളത്തേക്കും പിന്നെ വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുമല്ലോ ലുലുമാളി, അതിനാണ് ഞാൻ പ്രത്യേകിച്ച് പോകുന്നത്. കുറെ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞാണ് പോകുന്നത്. ഇപ്പൊ സമയം ഏകദേശം 2:30 ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഷോപ്പിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതെ, ഇനി ഇവരെ കൊണ്ട് ഒരുക്കണം. ഞാൻ ഡ്രസ്സൊക്കെ തേച്ചിട്ടിട്ടാണ് വന്നത്. ഇനി ഒരുക്കിയിട്ട്, കാരണം വെച്ചാൽ ഇവിടുന്ന് 2:30 ഇനി ഇവിടുന്ന് പോവാൻ 2 മണിക്കൂർ നമുക്ക് ട്രാവൽ ഉണ്ടല്ലോ. അപ്പൊ അവിടെ പോയി ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി എല്ലാം കഴിയുമ്പോഴത്തേക്കും സമയം 6 മണിയാവും. ആ ഒരു സമയം വെച്ചിട്ടാണ് നമുക്ക് 5 മണിക്ക് അവിടെ എത്തുന്ന രീതിയിൽ പോകണമെന്നാണ് വിചാരിക്കും. പിന്നെ ട്രാഫിക് കാണും, കാരണം സ്കൂളുള്ള ദിവസമായിട്ട് വെഞ്ഞാറമൂട് ആ ഭാഗത്തോട്ടൊക്കെ നല്ല തിരക്ക് കാണും റോഡിൽ. ചാമ്പയ്ക്ക് എവിടുന്ന മക്കൾക്ക്? ട്യൂഷൻ ക്ലാസ്സിലോ? 4 ചാമ്പയ്ക്ക് എന്ത് ചെയ്യാനാ? ചാമ്പയ്ക്ക് കിട്ടുമ്പോ കുറച്ച് തോനെ കിട്ടണം. ചാമ്പയ്ക്ക അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പേപ്പറിൽ. പേപ്പറിലൊന്ന് ചാമ്പയ്ക്ക ഇവിടെ അങ്ങോട്ട് പോകുന്ന വീടുകളിലൊക്കെ നല്ല ചാമ്പയ്ക്ക തളർത്തിരിക്കുന്നു. മാങ്ങ പിന്നെ കുഴപ്പമില്ല, ഞങ്ങളുടെ വീട്ടിലും കിളിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അതിനോട് വലിയ ഇതില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനം നമുക്ക് കഴിക്കാൻ വലിയ കൊതി തോന്നത്തില്ല. ചാമ്പയ്ക്ക ടേസ്റ്റ് ഒരു വട്ടം തിന്നു കഴിഞ്ഞാൽ ഭയങ്കര തിന്നാനേ തോന്നില്ല, പക്ഷെ പഴുത്ത വാങ്ങി തിന്നാൻ ഇന്നാൾക്ക് നമ്മളൊരു ആൾക്കൂട്ടം ഇല്ലാത്ത വീട്ടിൽ പോയി ചാമ്പയ്ക്ക പറിക്കുന്ന വീഡിയോ. എവിടെയായിരുന്നു നമ്മുടെ അണ്ണേ അവിടെ നമുക്ക് പോവാം കേട്ടോ. നമ്മുടെ ഗുരുവോട്ടുമല ഫാമിന്റെ അവിടെ ഒരു വീട്ടില് ആൾ താമസം ഒന്നും ഇല്ലാതെ റോഡ് സൈഡിലൊരു നമ്മുടെ മേശരിമാർക്ക് വാടകയ്ക്ക് കൊടുത്തേക്കുന്ന വീട്. അപ്പൊ ആ വീട്ടില് ഒത്തിരി ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു. തന്നെ ഞങ്ങൾ പോയി ചോദിച്ചു ആറ്റിന്റെ അവിടെ. അപ്പൊ വെച്ച് കണ്ണൻ മരത്തിൽ കയറി ഇഷ്ടം പോലെ വെച്ചുകൊണ്ടുവന്നു. ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി പെർമിഷൻ ചോദിക്കാൻ പോയി, പക്ഷെ അവിടെ എങ്ങും ആരും ഇല്ല. അതില്ലേ ആരുടെ വീട് വിറ്റിട്ട് പോയിട്ട് ഈ മറ്റേ മേശരിമാരുണ്ടല്ലോ ഈ തടി പണിയുന്ന, അവർക്ക് വാടക കൊടുത്തേക്കും. അങ്ങനത്തെ വീടായിരുന്നു. ആണ്ട് വീടെത്തി, ഇവരെ ഒരുക്കട്ടെ വേഗം, കാരണം നമുക്ക് സമയമില്ല. ഇന്ന മോനെ നമുക്ക് അത് പറ പൊന്നെ, ഉള്ള സമയം കൊണ്ട് നമുക്ക് വേഗം ഒരുങ്ങാം. ഷൂ ഒക്കെ ഊരി ഷൂ റാക്കിലോട്ട് വേഗം കെട്ടണം. നാളെ മോനൂട്ടന് ഇപ്പതേ പണി. മോനൂട്ടൻ്റെ മുതുകിൽ ചെറുതായിട്ട് എന്തോ കടിച്ച് ചെറിയൊരു ഇത് കേട്ടോ. അങ്ങനെ നമ്മൾ ഓയിൽമെൻറ്റ് തേച്ച് കൊടുത്തേക്കുവാണ്. ഇനി ഉടുപ്പിട്ടാവാൻ ചാൻസില്ല, ഞാൻ തേച്ചൊക്കെ ഇട്ടിരുന്നതാണ്. കിടക്കുന്ന കടത്തനാക്ക് പിരികവും കണ്ടിച്ച് കളഞ്ഞ്. പൊന്നു വേഗം വാ,
ദേ ഇവൻ ഈ പാൻറ് ഈ ടീഷർട്ടിൻ്റെ കൂടെ ഈ കറുത്ത പാൻറ് അടിപൊളിയല്ലേ. അപ്പം അവൻ പറയാം അവന് ചൂടെടുക്കും പറഞ്ഞ് വീട്ടിൽ ഇടുന്നൊരു നിക്കർ എടുത്ത് വെച്ചോണ്ടിരിക്കുമോ കാറി വെച്ചിടാൻ. ബ്ലേഡി ഇന്ത്യൻസ്. പൊന്നു വാ, പെട്ടെന്ന് വാ. പിന്നെ ഒരു വീഡിയോ എടുക്കാണ്ട് കേട്ടോ. ഒരു ബാംഗിൾസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സിനൂസ് വേൾഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കാണിക്കാമേ. പൊന്നൂൻ്റെ മോനോട്ടനെ പേര് വെച്ചിട്ടുള്ളതാണ്. വീഡിയോ എടുത്തിട്ട് കാണിക്കാം. പൊന്നൂസിൻ്റെ 3-4 ഷൂ കഴുകി വെക്കലായിരുന്നു എൻ്റെ ജോലി. എൻ്റെ പൊന്നെ ഈ ഡാൻസ് ഷൂ ഇത് പിന്നെ എവിടെയെങ്കിലും ഇട്ടോണ്ട് പോകുന്നത് കണ്ട വെളുത്തിരിക്കുവാണ് ഇപ്പം. ഞാൻ ഇപ്പോൾ ഇവിടെ ഇതിട്ടുണ്ട്. അയ്യോ എനിക്ക് ഒരച്ച് കഴിവലായിരുന്നു ജോലി. എന്തെല്ലാം ഒരു നാട്ടിലെ അഴുക്ക് മൊത്തവും അതിനകത്തുണ്ടായിരുന്നു. അതെല്ലാം കഴുകി വെച്ച് ഇന്ന് പോകണമല്ലോ ഷൂ ഇടണമല്ലോ എന്ന് കരുതിയിട്ട് ഇന്നലെ എല്ലാം ഞാൻ കുത്തി ഇരുന്നില്ല, കൊരണ്ടിയിട്ട് ഇരുന്നാണ് കഴുകിയത്. അപ്പോൾ ദാണ്ട് ഫ്രണ്ട്സ് ബാംഗിൾസ് കണ്ടോ. ആദം അൽഹ എന്നാണ് എഴുതിയേക്കുന്നത്. ഇതാണ് മോനുകുട്ട എൻ്റെ കണ്ണൻ, എൻ്റെ ക്യാമറമാൻ. അമ്മയുടെ വളയെന്ന് കാണിച്ചോട്. കണ്ട ഇതാണ് അൽഹ ഫാത്തിമ ആദം. സിനൂസ് വേൾഡ് ആദം മോനുകുട്ട അക്ഷരം പറഞ്ഞ കേട്ടോ. ജിനൂസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. വിസിറ്റ് ചെയ്ത് നോക്കും. മുത്തുമണീസ്. അപ്പോൾ വാ നമുക്ക് ഇറങ്ങാം. മോനുകുട്ട സമയം ഒരുപാട് വാ കണ്ണാ. മേളത്തെ വീട്ടിൽ പണി നടക്കുന്നുണ്ടോ അതിൻ്റെ ശബ്ദം. മോനുകുട്ടൻ ഉടുപ്പ് മാറ്റി കൊടുക്കുക. ആ ഉടുപ്പ് ഇട്ടിട്ടാണോ ഇനി ചൊറിച്ചിൽ എന്നറിയത്തില്ല. അതെ മടക്കി വെച്ചുകൊണ്ടായിരിക്കാം. ഇനി എനിക്ക് സമയം സത്യം പറഞ്ഞില്ല. അതെടുത്തൊന്ന് എല്ലാം താഴെ നമ്മൾ ഈ ഡ്രസ്സ് അടുക്കി വെക്കുമ്പോൾ താഴേന്ന് മേളിലോട്ട് ഉള്ള ഡ്രസ്സ് താഴെ ഇടുന്നത് നമ്മൾ അധികം ഇടത്തില്ല. മേളിൽ കഴുകി വെക്കും. ഇറങ്ങാം. ഇപ്പം പിന്നെ ഇതേ സാറ് കയറി ഫ്രണ്ടിൽ അങ്ങ് ഇരിക്കും കേട്ടോ. എവിടെയെങ്കിലും പോകുമ്പോൾ കാലൊക്കെ പൊക്കി ചാരി അങ്ങ് ഇരിക്കും. എന്നോട് പറയും അമ്മ പൊന്നൂൻ്റെ കൂടെ ഇരിക്കുക. അതുകൊണ്ട് ഞാനും പൊന്നൂസും ബാക്കിലാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെ പോകുന്ന വഴി മോനുകുട്ടൻ നിക്കറും കൊണ്ടാണ് വണ്ടിയിൽ കയറിയത്. കാരണം ആൾക്ക് ഭയങ്കര ചൂടെടുക്കുന്നത് ജീൻസ് ഇടുമ്പോൾ. അപ്പോൾ കാറിലിരിക്കുമ്പോൾ അത് ഊരിയിട്ട് നിക്കറിടാനാവുമല്ലോ. പിന്നെ ഞാൻ ഒരുവിധം പറഞ്ഞു മക്കളെ ഇടയ്ക്ക് നമുക്ക് ഇറങ്ങേണ്ട വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനപ്പെടുത്തി ഇരുത്തി കേട്ടോ. അപ്പോൾ മോനുകുട്ടനും പൊന്നൂനും വിശക്കുന്നുണ്ടെന്ന് മനസ്സിലായി. 12:30 ദോശയാണ് ഞാൻ കൊടുത്തു വിട്ടത്. അത് കഴിച്ചതല്ലേ സ്കൂളിൽ വെച്ച്. അപ്പോൾ ഇതേ 2 പേർക്കും ഒരു ചേച്ചിയുടെ കടയിൽ നിർത്തി കരിക്ക് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഇതാകുമ്പോൾ ദാഹവും മാറും, തേങ്ങയും കഴിക്കാമല്ലോ വിശപ്പിന്. അങ്ങനെ ഇതേ കരിക്കൊക്കെ പെട്ടിച്ച് കൊടുത്തു. അവിടുത്തെ ചേച്ചിയോട് ഓരോ വിശേഷങ്ങളും കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോനുകുട്ടനും പൊന്നൂസും. 100 കൂട്ടം സംശയങ്ങളാണല്ലോ. ഉന്നി തുടങ്ങിയാൽ ചെന്ന് നിൽക്കുന്നത് അടുത്തടുത്ത കാര്യങ്ങളിലായിരിക്കും പൊന്നൂസും മോണ്ടനും. പിന്നെ എനിക്ക് ചെരുപ്പ് വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ബാറ്റയിൽ നിർത്തി ഞാൻ പറഞ്ഞതല്ല എനിക്ക് ഇവിടുന്ന് ചെരുപ്പ് വാങ്ങാൻ പറ്റില്ല. പക്ഷേ അണ്ണൻ അങ്ങ് സൈഡ് ഒതുക്കിയതാണ്. ഇവിടെ വണ്ടി നിർത്താൻ സ്ഥലമുള്ളപ്പോൾ അങ്ങ് നിർത്തി കേട്ടോ. അങ്ങനെ ചെരുപ്പ് നോക്കി എൻ്റെ പൊന്നെ ഭയങ്കര വിലയാണല്ലോ. എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടതുമില്ല. കാരണം നമ്മുടെ സാധാരണ കടയിൽ വാങ്ങുന്ന 300 രൂപയുടെ ചെരുപ്പിനൊക്കെ ഇവിടെ 1200 രൂപ 1400 രൂപയൊക്കെയാണ്. 700 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടണേ നമുക്ക് സാധാ കടയിൽ വാങ്ങാൻ, നമുക്ക് പോകുന്ന വഴി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. പൊന്നൂസ് ഫ്രണ്ട് വശത്തോടെ കയറുമെന്ന്. കാരണം എന്തോ പൊന്നു അവർക്ക് സ്റ്റാർബഡ്സ് വേണമെന്ന്. ഓഹോ ബൈ ഇവിടെ. അയ്യോ അണ്ണേ അവന് വാഷ്റൂമിൽ പോകണം. വാ നമുക്ക് അപ്പുറത്ത് അണ്ണ ഹൈപ്പർ മാർക്കറ്റ് അവിടെ ഉണ്ട്. വാ ഫ്രണ്ടിൽ പോവാം. പൊന്നൂസ് ഇന്ന് സ്റ്റാർബക്സ് കഴിച്ചിട്ട് അടങ്ങും തോന്നുന്നു. അതിനാണെങ്കിൽ ഒടുക്കത്തെ വിലയോ കൊള്ളത്തുമില്ല കേട്ടോ. ആളില്ല കേട്ടോ ഫ്രണ്ട്സ്. ആളില്ല, കുറവാണ്. കാരണം സാധാരണ നമ്മളൊക്കെ വരുമ്പം 5-6 മേളിലൊക്കെയാണ് കാർ ഇടുന്നത്. ഈ വട്ടം ഏറ്റവും താഴെ കാർ ഇട്ടാൻ കിട്ടി. അപ്പോഴേ അണ്ണൻ പറഞ്ഞു ആരുമില്ല അതെ. ഓ പക്ഷെ എനിക്കത് അത്ര ഇഷ്ടമല്ല. എനിക്ക് ആളും ബഹളമൊക്കെ എനിക്ക് ആളുള്ള ഇഷ്ടം കേട്ടോ. ആളും ബഹളമൊക്കെ ഉള്ളെങ്കിൽ സമയം പെട്ടെന്ന് ആണ്ട പൊന്നും മോനുണ്ട് ഓട്ടം. പക്ഷേ സ്റ്റാർബഡ്സിനെത്തി ഇവിടെ ഒരു ചെരുപ്പ് നോക്കി 7000 രൂപയാണ് ചെരുപ്പ് തുടങ്ങുന്നത് കേട്ടോ. അതുകൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഓടിക്കളയും. പൊന്നു നിനക്ക് അമ്മ ആദ്യമായിട്ട് കയറുന്ന അമ്മയ്ക്ക് അറിയത്തില്ല ഇവിടെ എന്തോ ഉണ്ടെന്ന്. നിനക്ക് എന്തോ വേണ്ടേ? ഇതിൽ വല്ലതും വേണോ? അയ്യോ ഇവർ വീഡിയോയിലൊക്കെ കണ്ട ഓരോ സാധനം മനസ്സിൽ ആലോചിച്ചോണ്ട് വരും. എനിക്കറിയത്തില്ല അത് എന്തുവാന്ന് പോലും. അണ്ണൻ മോനോട്ടനെ കൊണ്ട് വാഷ്റൂമിൽ പോയി. എന്നെ നാണം കെടുത്താ പൊന്നു നീ. കൊള്ളാമോ? കൊള്ളാമോ പൊന്നു? മോനോട്ടൻ പറയട്ടെ എങ്ങനെയുണ്ട് മോനോട്ടാ? കൊള്ളാവോ? അണ്ണൻ്റെ കോഫി ഷോപ്പിൽ കോഫി പോലെ ഇത് മൊത്തം നിങ്ങൾ കുടിക്കണം. കാരണം അമ്മായിക്ക് അത്തെങ്കിൽ നോമ്പായിട്ട് ബാക്കി കുടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ശരി അവരങ്ങനെ കുടിച്ചോണ്ട് കിടക്കും. നമുക്ക് എന്നാ ഹൈപ്പർ മാർക്കറ്റിൽ പോകണേ. വാ അതാ നല്ലത്. വാ
ദേ അവിടെ ഒരു ഷെഡൊക്കെ കെട്ടിയേക്കുന്നു. ഇനി റമലാൻ്റെ എന്തുവാണെന്ന് നോക്കാം. ഇനി സ്പെഷ്യൽ സംഭവങ്ങൾ വല്ലതും ആണോ അതോ പരിപാടി നടത്താനുള്ള സ്ഥലമാണോ നോക്കാം. നമുക്ക് രണ്ടുപേരും കൊണ്ട് കുടിച്ചുകൊണ്ട് നടക്കുക. എന്തായാലും കുടിക്കും, കാരണം ഞാൻ അണ്ണനെ പേടിച്ചിട്ട് വേണമെന്ന് അവിടുന്നേ പറയുമായിരുന്നു. ഉമ്മ ഫ്രണ്ടിൽ കൂടെ കയറണം, ലുലുമാളി ഫ്രണ്ടിൽ കൂടെ കയറണം, സ്റ്റാർ ബഡ്സ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. 350 രൂപ കയറണം അതിന്. അണ്ണൻ്റെ പുച്ചു, അണ്ണൻ്റെ കോഫി ഷോപ്പിലതൊക്കെയുള്ള അണ്ണൻ പറയാ. അതുകൊണ്ടേ അതൊക്കെ അല്ല വാ, നമുക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. വാ, വർമ്മ കാര്യങ്ങളൊക്കെ ഉള്ളു. നമുക്ക് അന്നേരം ഹൈപ്പർ മാർക്കറ്റിൽ കയറാം. വെറുതെ എന്തിനാ സമയം കളയുന്നു. ഇപ്പം തന്നെ 5:45. കൊള്ളാമോ മോനോട്ട്? ഇഷ്ടപ്പെട്ടോ? മത്സരിച്ചാൽ പെട്ടെന്ന് കുടിച്ചിട്ട് അകത്ത് കയറാം, അല്ലെങ്കിൽ ഇന്നും നാളെയും കയറാൻ ഒക്കത്തില്ല. ബാബാ കുടിച്ചിട്ടേ കയറാൻ പറ്റൂ കേട്ടോ. പെട്ടെന്ന് കുടി മക്കളെ. എല്ലാരും കൂടെ എടുത്തിരുത്തിയാലേ എങ്ങനെ ശരിയാവും? അവിടെ ഇരിക്കട്ടെ, സമാധാനം. വേറെ ഒന്നും പറക്കത്തില്ല അന്നേരം. സോപ്പ് വേണമായിരുന്നു, സോപ്പ് എടുത്തു. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറേ സാധനങ്ങൾ വേണം കേട്ടോ. എൻ്റെ ഇവരൊക്കെ അണ്ണേ നിക്ക് ഇത് വേണോ അണ്ണേ? മാംഗോ ജ്യൂസ് അടിപൊളിയല്ലേ? എടുത്തോ. അത്യാവശ്യമായൊരു സാധനമാണ് നെയ്യ്. ഇപ്പോൾ ഭയങ്കര വിലയുമാണ്. നോട്ടല്ല എന്നാ സ്ട്രോബെറി ഉണ്ട്. അത് ചോദിക്കാം. എന്നാ സ്ട്രോബെറി എടുക്കാം. സ്ട്രോബെറി, ബൾബെറി ഇടി ഇതാണ്ട് ഇത് കൊള്ളാം. ബൾബെറി അതൊക്കെ പോയി. ദൂരെ സ്പീഡിലാ പോന്നേ. എന്തേലൊക്കെ വെറൈറ്റി ഫ്രൂട്ട്സ് മേടിക്കും. വന്നതിന്റെ ലക്ഷ്യം തന്നെ അതെയാണ്. ഇതെന്ത് വാ ഇത്? അണ്ണ ഷാനാന് ഈ സാധനം വേണ്ടേ? ഇത് അണ്ണന് ഭയങ്കര ഇഷ്ടമാണ്. അധികം പഴുക്കാത്തത് മേടിക്കണേ. നോക്കി ഈത്തപ്പഴം, പിന്നെ കഴിക്കുന്ന മാങ്ങ. അതിന്റെ പേരെന്ത് വരുന്നത്? പേരെന്തു അണ്ണേ? ഇത് ഇവിടെ ഉള്ള എല്ലാം തോന്നുന്നു. മോനോടെ കൈ കൊടുക്കണേ പൊന്നു കേട്ടോ. അതൊക്കെ വേറെ വേറെ വെക്കണം അതില് പറയുന്നേ. ശരി ശരി അണ്ണ. ഇതുകൊണ്ട് അവിടെ അണ്ണ അവിടെ ബില്ലടിക്കുന്നു. ഒരു പീസ് മതി കേട്ടോ. എപ്പോ വന്നാലും പൊന്നൂന് ഹണി കേക്ക് ഒരു പീസ് മതി. നീ അവിടെ നില്ല്, നിന്നെ കൊണ്ടുപോകാൻ നടക്കുന്നു. ഇത് പിസ്ത ഫ്ലേവർ. ഈ കേക്ക് 2 ഒങ്ങ് കൊടുക്കേ. എന്നിട്ട് തണ്ടത്ത വലുത് അതാകുമ്പോൾ എല്ലാവർക്കും കഴിക്കാം. അത്താടെ കൊടു. അതുപോലെ തന്നെ തിരിച്ചു വെക്കണേ. ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കാം. ഭയങ്കര മധുരം, ഓവർ മധുരം ഈ സാധനം. വേറെ എന്തെങ്കിലും സ്നാക്സ് എടുക്കാം. ഉണ്ടല്ലോ ഇതൊക്കെ മേടിക്കും. ചിക്കൻ നീ കുടിച്ചില്ലെങ്കിൽ ഇരുത്തി കുടിപ്പിക്കുക പൊന്നു. ആവശ്യമില്ലാത്ത എല്ലാം ഈ പൊന്നു എടുക്കുക. എന്നിട്ട് എന്നെ കൊണ്ട് കഴിപ്പിക്കും ഫ്രണ്ട്സ്. കാരണം അണ്ണ വഴക്കുറയിരിക്കാൻ ഞാൻ കഴിക്കുകയും ചെയ്യും. അമ്മ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സ് ഇവിടെ എടുക്കുവാണ്. കുറേ ഐറ്റംസ് ഉണ്ട്. പൈനാപ്പിൾ വേണോ? വേണ്ടല്ലോ. വേണം. നമ്മൾ എപ്പോഴും കഴിക്കുന്നില്ലേ? വേണോ? കുറച്ചെടുത്തേ. മതി. പിന്നെ നമ്മുടെ മാങ്ങ. ആപ്പിളാ. പിന്നെ ആപ്പിള വേണ്ട, ഇത് മതി. വെയിറ്റ് ചെയ്യൂ. പൊന്നു സ്നാക്സ് വല്ലതും വേണമെങ്കിൽ എടുക്ക്. മിക്സറോ? ഇനിയും 3-4 ദിവസം സ്കൂളുണ്ടല്ലോ. അതുമല്ല എക്സാമിനാണെങ്കിലും ഇവർക്ക് സ്നാക്സ് കൊടുത്തോളാം. ഒന്നും ഫ്രീ ആയിട്ടല്ല വെച്ചേക്കുന്നത്. അല്ല എടുക്കാം. പിന്നല്ല എപ്പോഴും വരുന്നത്. വല്ലപ്പോഴും വരും. പൊന്നു ഏത് മിക്സറാ എടുത്തേ? പൊന്നൂസിന് ഇഷ്ടപ്പെട്ട ഒരു മുറുക്കാണ് ഇത്. ടിഷ്യൂ എടുത്തോണ്ട് അതുകൊണ്ട് ടിഷ്യൂ മതി. ഒന്ന് മതി. അല്ല ഒരെണ്ണം മതി. ഒറ്റ
അണ്ണ ഇത് ഓഫറാണോ നോക്ക്, ഓഫറാണോ? എന്നാ എടുത്തോ. ദേ 5-6 മോനെ ഒന്ന് മതി ഇപ്പോ, അത് 3 ഉണ്ട് മതി, തീരുമ്പോ മേടിക്കാം. ഇനി നമുക്ക് ഫുഡിന്റെ സെക്ഷനിൽ പോവാം. ഇനി വെളുപ്പാങ്കാലം പോയി ഒന്നും ഉണ്ടാക്കാനൊന്നും വയ്യ ഫ്രണ്ട്സ്. അപ്പൊ എന്തെങ്കിലും മേടിച്ച് നമുക്ക് വെക്കാം വെളുപ്പിനത്തേക്ക്. വേണം ബീഫാണോ? ബീഫ് ഫ്രൈ മേടി. വേറെ എനിക്ക് ഫ്രൈ മതി. ആ ശരിയാ. ആ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഫ്രണ്ട്സ്. സ്റ്റോക്ക് ചെയ്ത് വെക്കാം നമുക്ക്. പക്ഷേ പെട്ടെന്ന് പന്നലായി പോട്ടോ. ആ ബില്ലടിക്കാം. മതി ഇത് മതി. അപ്പം ഇതേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമുക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളും ഉണ്ട്, പിന്നെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള അല്ലറ ചില്ലറ സാധനങ്ങളും ഉണ്ട്. പൊന്നൂസ് മോണ്ടൊരു മുട്ടായിടൊക്കെ ഓടിയേക്കുക. എന്തായാലും ആള് കുറവാണ്ട് ബില്ലടിക്കാൻ പെട്ടെന്ന് കിട്ടുമായിരിക്കും. ഇത് എത്ര എണ്ണം? മോനൂട്ടന്നെ എന്തേ? മോനൂട്ടനെ കാണീര്. ആ അത്രയും മതി. ഇതിനല്ലേ 5-6 ദിവസമായിട്ട് കിടന്ന് പെട്ടച്ചത്. നാക്ക് പിഴച്ച് പോന്നു. എല്ലായിടത്തും പ്ലേറ്റ് വെക്കും. അണ്ണനൊരു കൊതി ഉണ്ണിയപ്പം കഴിക്കണമെന്ന്. ചെറു ചൂടുണ്ട് കേട്ടോ അണ്ണൻ, ചെറു ചൂടുണ്ട്. അങ്ങനെ ഉണ്ണിയപ്പം വാങ്ങിച്ചു. പിന്നെ അതെന്തുവാ സത്യം പറഞ്ഞാൽ ഈ സംഭവമൊക്കെ വാങ്ങാൻ നേരം എനിക്ക് പേര് ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് പേര് മറന്നുപോയി. കാരണം അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി ചിക്കൻ പക്കോട. ഇതാണ് ചിക്കൻ പക്കോട. ഇത് വേറെ പ്ലേറ്റ് വെച്ചാൽ മതിയായിരുന്നു. ആ ഓക്കെ. ചിക്കൻ്റെ സംഭവം ബാക്കിയൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയപ്പം അവിടെ എല്ലാം നമുക്ക് ഉള്ളിവട, ഉഴുന്നുവട, ഏത്തക്കപ്പം, മോദകമൊക്കെയാണ്. അതൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നില്ല. അതുപോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി എല്ലാ തട്ടുകടയിലും കിട്ടുന്ന സാധനം. അപ്പം അതുകൊണ്ട് അല്ലാത്ത സാധനങ്ങൾ മേടിച്ചു കേട്ടോ. ഇതെന്തുവാണ്? ചിക്കൻ ഡോണറ്റ്. അയ്യോ ചൂടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. 3 എണ്ണേ വാങ്ങിച്ചോളോ? മതി. എല്ലാം ഇച്ചിച്ച വാങ്ങി കഴിക്കാൻ പറ്റൂല. ലാസ്റ്റ് എല്ലാം പൊതിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോകേണ്ടത്. ഇവിടെ സാധനം വെച്ചേക്കുന്നത് നോമ്പ് തുറക്കാനായിട്ടുള്ള സാധനം മാത്രം എടുത്തോണ്ട് വന്നേ. പിന്നെ ചിക്കൻ ഫിംഗറോ അങ്ങനെ എന്തോ ഉണ്ട്. വേഗം അങ്ങോട്ട് പൊട്ടിക്കണേ. ആ ചിക്കൻ സ്ട്രിപ്പ്. ഓ ആ എരിയുള്ളത്. മയോനൈസും എടുത്ത് വെക്കണം എണ്ണേ, മയോനൈസ് അല്ലെങ്കിൽ മറന്നു പോവേ. ഇതെന്ത് വരുന്ന സംഭവം? ചിക്കൻ ഫിംഗർ. ചിക്കൻ ഫിംഗർ ചേട്ടാ. ബീഫ് ഫ്രൈ, കട്ട് ഫ്രൂട്ട്സ്, ജ്യൂസ്, 2 ജ്യൂസും ഉണ്ട്, മിനറൽ വാട്ടർ ഉണ്ട്. പൊന്നും എടുത്തതാണ് അത്. മറ്റേ ഷെയ്ക്ക്, ഫ്രൂട്ട് സാലഡ്. ഇത് ഫുഗൂസ്. ആ മയോനൈസ് എല്ലാം എടുത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുക. പൊന്നൂസ് മോണ്ടന് ഭയങ്കര ബോറടി. അതുകൊണ്ട് അവരെ അങ്ങോട്ട് മാറ്റി വിളിച്ച് അണ്ണൻ്റെ ഫോണും കൊടുത്ത് കാർട്ടൂൺ കണ്ടുപിടിക്കാം. കാരണം സൗണ്ട് കേൾക്കും ഫോണിൽ, പിന്നെ കോപ്പിറൈറ്റ് ആവും. അപ്പം അല്ലെങ്കിൽ ഇവർ പണ്ടൂരെ പോയി കളിക്കണമെന്ന് പറയും. കാർഡും എടുത്തോണ്ടാണ് വന്നത്. പക്ഷെ നേരം പിടിച്ചിരുത്തണ്ടേ. ഇപ്പം എല്ലാം എടുത്ത് വെച്ച് കേട്ടോ ഫ്രണ്ട്സ്. മണം അടിക്കുന്നു എല്ലാത്തിൻ്റെയും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ലുലുമാളിൽ വന്ന് സാധനം മേടിക്കുമ്പം ഇരട്ടി പൈസയാണ്. വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. പക്ഷെ സാധാരണ കടയിൽ നിന്നൊക്കെ നമ്മൾ ചിക്കൻ റോളൊക്കെ മേടിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, അധികം പൈസയില്ല. അത് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വെള്ളമാണ് വേണ്ടത് കൂടുതൽ. അതുകൊണ്ട് ഗ്രേപ്പും മാംഗോയും പിന്നെ ഇത് പൊന്നും എടുത്തിയ ഫ്രൂട്ട് സാലഡെന്നാണ് പറഞ്ഞത്. പിന്നെ മിനറൽ വാട്ടർ എടുത്ത്, പിന്നെ തൽക്കാലം ഒന്ന് വിശപ്പ് മാറാൻ വേണ്ടി കുബൂസും ബീഫ് ഫ്രൈയും എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഈ പാത്രത്തിൽ തന്നെ തിരിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച് നാളെ. ഇവിടെ ബാങ്ക് വിളി കേൾക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് ഇത്രയും അലപ്പും പാടും. അപ്പം നമുക്ക് സമയം നോക്കി നമ്മൾ മുറിക്കാൻ വേണ്ടി കൂട്ടാ എടുത്ത് കഴിക്കുമോട്ടാ. അത്താടെ ഫോണും കൊടുത്തേരെ. അന്നെ ഫോണും വാങ്ങിച്ചോ, അല്ലെങ്കിൽ അവൻ അധികം മുടങ്ങിയിരിക്കും. എല്ലാവരും എടുത്ത് കഴിച്ചേ. ഉണ്ണിയപ്പം കൊള്ളാം, പക്ഷെ ഇച്ചിരി കഴിഞ്ഞു പോയതുപോലെ. ഇല്ലെണ്ണേ കൊള്ളാം. ചിക്കൻ ഫിംഗർ ഇങ്ങനെ എടുത്ത് മയോനൈസ് ഡിപ്പ് ചെയ്ത് കഴിക്കണം. അടിപൊളി ടേസ്റ്റ്. ഈ ചിക്കൻ്റെ ഫിംഗർ ഏതാണ്ട് ഇത്, ഈ ഡോണറ്റ്, ഇതെല്ലാം ഒരേ ടേസ്റ്റ് ഫ്രണ്ട്സ്. ഇന്ന് ഏറ്റവും കൂടുതലുള്ള ചിക്കൻ ഐറ്റമാണ്. പക്ഷേ അതെല്ലാം ഒരുപോലെ എനിക്ക് ടേസ്റ്റ് തോന്നുന്നു. ഇതെല്ലാം ഒരേ ടേസ്റ്റ് അല്ലേ അണ്ണേ? ഒരേ ടേസ്റ്റ്. അമ്മ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്. ഹാൻഡ്സ് വാഷ് ചെയ്യാൻ പോയേക്കാണ്. അപ്പത്തേ അവര് വന്നിട്ട് വേണം നമുക്ക് ഫണ്ടൂറയിൽ പോയി കളിക്കാൻ വേണ്ടിയിട്ട്. അവരെവിടെയാന്ന് പോയി നോക്കിയിട്ട് വരാം. ഗൈസ് ദേ മോനട്ടനെ പറഞ്ഞിട്ട് അത്ത ദേ വന്നു. അമ്മായി ഇതുവരെയായിട്ട് കിട്ടിയില്ല കേട്ടോ. ഇവ ചുമ്മാ പറ്റീരാണ് കേട്ടോ. മൈക്കൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് കണ്ടോ. മൈക്ക് നീ അത്താടേക്ക് കൊടുത്തല്ലേ. അത്ത വരുന്നു. നടന്ന് നമ്മളിത് ഫണ്ടൂറയിലേക്ക് പോവാണ്.
പൊന്നൂസിൻ്റെയും മോനൂട്ടൻ്റെയും സ്ഥലം. കഴിഞ്ഞ വട്ടം വന്നതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കളിപ്പിക്കാം. കൊണ്ട് അനങ്ങാൻ നടക്കുന്നുണ്ടോ? അപ്പോൾ ഇനി ഇവിടെ കളിപ്പിച്ചിട്ട് ഇറങ്ങാൻ പറ്റും. എനിക്കാണെങ്കിൽ നടക്കാനും വയ്യ, കാരണം നമ്മൾ ഉള്ള വെള്ളവും ഫുഡും എല്ലാം കൂടെ കഴിച്ചിട്ട് അനങ്ങാൻ വയ്യ. അപ്പോൾ ഇനി ഇവരെ കളിപ്പിച്ചിട്ട് ഇറങ്ങുമ്പം എന്തോ പരിപാടിയെന്ന് എനിക്കറിയില്ല. അണ്ണ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നു, അവിടെ കയറണം ഇവിടെ കയറണമൊക്കെ. എന്തായാലും ഇവിടെ പ്രത്യേകിച്ച് ഇനി ഇവരെ കളിപ്പിക്കുന്ന കാണാനൊന്നുമില്ല. എപ്പോൾ വരുമ്പോഴും നമ്മൾ കളിപ്പിക്കുന്നില്ലേ, ഈ കണ്ട കളിപ്പാട്ടങ്ങൾ തന്നെയല്ലേ പിന്നെയും പിന്നെയും പിന്നെയും. ആ ഞാനും പോയി എന്തെങ്കിലും കയറാൻ ഇടയ്ക്ക് വെച്ച്. അയ്യോ, കാർഡ് റീചാർജ് ചെയ്യാൻ വേണ്ടി പോകും. സുന്ദരാ അമ്മയുടെ സുന്ദരിയേ ആന്നോടി പോൻ. അയ്യോ സത്യമാ, കഴിഞ്ഞ വെട്ടവും അതിൻ്റെ അങ്ങേ വെട്ടവും ഇവിടെ വന്നിട്ടുള്ള ഷോക്സാണ് ഇവരിപ്പോൾ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്നത്. അമ്മ കൊണ്ട് അവിടെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് വരാം. കുഴപ്പമില്ല. ഇതുപോലത്തെ 4 ഷോക്സ് വീട്ടിലുണ്ട്. ഇപ്പൊ ഇവൻ യൂണിഫോമിനൂടെ ഇതൊക്കെ ഇടുന്നത്. അപ്പൊ ഇവർക്ക് 20 മിനിറ്റത്തേക്ക് നമ്മൾ എടുത്തേക്കുന്നത്. അൺലിമിറ്റഡ് എല്ലാത്തിലും കയറാം കേട്ടോ. അപ്പൊ ആ സമയം നമുക്ക് അങ്ങോട്ട് അങ്ങനെ പോയി ചായയൊക്കെ കുടിച്ചിരിക്കാം. പൊന്നെ പൊന്നെ അമ്മ പോട്ടെ, അങ്ങോട്ട് ചായ കുടിച്ചിട്ട് നിങ്ങൾ കളിച്ചോ എന്റെ തങ്കമ്മേ. ആ ഉമ്മ 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 പോ. ഏത് ഫ്ലേവർ വേണം? മാംഗോ വേണോ, വാനില വേണോ, ചോക്ലേറ്റ് വേണോ? ചായ മതിയോ? എന്നാ ഞാൻ മേടിക്കട്ടെ, എനിക്ക് മേടിച്ചു തന്നാ. അപ്പം മുത്തുമണി ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു, അണ്ണന് ചായ മതി, അതുകൊണ്ട് ചായ വേണം. കടയുണ്ട്. മൈക്കൊക്കെ ഊരി കേട്ടോ, കേൾക്കുക ആവാം. അപ്പം ഇനി എൻ്റെ പൊന്നൂനെ മോണ്ടനെ അവിടെ കളിപ്പിക്കാൻ ഏൽപ്പിച്ച് അവർ ഫോണിൽ ഇനി വിളിക്കും, അന്നേരം പോയാൽ മതി. നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇനി കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ താഴേന്ന് സാധനമൊക്കെ എടുത്തുകൊണ്ടങ്ങ് വീട്ടിൽ പോവാം കേട്ടോ. ഇനി നാളെ സ്കൂളിൽ വിടുന്ന കാര്യം ആലോചിക്കുന്നത്. ചിലപ്പോൾ വിടാം, ചിലപ്പോൾ വിടുന്നില്ല. കാരണം വെച്ചാൽ ക്ഷീണം, എണീക്കാനൊക്കെ പറ്റൂല. പിന്നെ ഇവർക്ക് മറ്റന്നാൾ സ്റ്റഡി ലീവാണ്, വെള്ളിയാഴ്ച എക്സാമും തുടങ്ങുവാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളായിരുന്നു. എന്തായാലും പൊന്നൂസും മോണ്ടനെ ഹാപ്പി ആയില്ലയോ, സന്തോഷമായി അവർക്ക്. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ചേച്ചാ.